യെസ്, ഗുഡ് മോർണിംഗ്. രാവിലെ നീറ്റാണ്. എന്തിനാണ് നീറ്റ് വെച്ചാൽ നമ്മൾ ഇവിടെ ബീച്ചിൽ പോകാം. കംപ്ലീറ്റ് ഇപ്പോൾ ടൈം എത്രയായി? എടാ ടൈം എത്രയാടാ? 6:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് എണീറ്റു പുറത്തേക്ക് ഇറങ്ങുവാണ്. എന്താ ഇവിടെയൊക്കെ ഒന്ന് പോയി കണ്ടുവരാമല്ലോ. വെറുതെ ഇപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എന്താ കാര്യം? അപ്പം അല്ലെങ്കിൽ ഇവിടെ ഉറക്കം ശരിയായി വെച്ചാൽ ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി പിന്നെ എണീറ്റു ഇങ്ങ് പോന്നു. ഞാൻ വിളിക്കട്ടെ, ഒരു മിനിറ്റ് ഗൈസ്, എനിക്ക് അർജൻറ്റ് കോൾ ചെയ്യാനുണ്ട്. ഞാൻ വിളിക്കാം. സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചപ്പോൾ എന്താ പറയുക, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഒന്നും പറയാൻ. ഞാൻ വിജൃംഭിച്ചിരിക്കുകയാണ് ഗൈസ്, വിജൃംഭിച്ചു. എൻ്റെ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ കിടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. നമ്മൾ ആക്ച്വലി നിൽക്കുന്നത് എനിക്ക് അതിൻ്റെ ടൂറായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. കാരണം ഞങ്ങൾ വന്നതൊക്കെ ഭയങ്കര ഹറി ബറി ആയിട്ടാണ്. പല ഈ വീഡിയോസ് എനിക്ക് മിസ്സാവുന്നുണ്ട്. മീൻസ് ഈ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ എനിക്കിതൊക്കെ എൻജോയ് കൂടെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പല സംഗതിയും വീഡിയോ എടുക്കുന്ന തിരക്കിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഉണ്ടാവരുത്. എനിക്ക് നല്ല രീതിക്ക് എൻജോയ് കൂടെ ചെയ്യണം, എന്നിട്ട് നമുക്ക് വീഡിയോ കൊടുക്കണം. അങ്ങനെ കേൾക്കുന്ന അപ്പോൾ നല്ലതാണോ ചീത്തയാണോ ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. അറിഞ്ഞൂടെ കേസ്. അപ്പം ഞാനിങ്ങനെയാണ്, എനിക്ക് രണ്ടും വേണം. എത്രയും നമ്മൾ എഫേർട്ട് എടുത്ത് പൈസ മുടക്കിയൊരു സംഗതി വന്നിട്ട് കംപ്ലീറ്റ് വീഡിയോ ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് ശരിയാവില്ലല്ലോ. നമുക്കതൊന്നും ഉള്ളിൽ തുറന്ന് എൻജോയ് ചെയ്യാൻ കൂടെ പറ്റണ്ടേ. അതുകൊണ്ട് ഞാൻ ഈച്ച് ആൻഡ് എവറിത്തിങ് വീഡിയോ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. നിങ്ങളെ കാണിക്കണം എന്ന് തോന്നിയ സംഗതിയായിട്ട് ഞാൻ വിട്ടിട്ടുമില്ല. ബട്ട് ചില ഫണ്ണി മൊമെൻറ്റ്സ്, ഭയങ്കര രസമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒബ്വിയസ്ലി മിസ്സായിട്ടുണ്ട്. കാരണം ഞാൻ ആ നേരത്ത് ഭയങ്കരമായിട്ട് ഉണർന്നിരിക്കുകയായിരുന്നു. ഉണർന്നിരിക്കുകയായിരുന്നു ഞാൻ ഉദ്ദേശിച്ച്. അതൊക്കെ ആ മൊമെൻറ്റിൽ ഞാൻ ഭയങ്കരമായിട്ട് നമ്മൾ ചെറിഷ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പം എനിക്കത് മിസ് ചെയ്ത് അന്ന് തന്നെ ഞാൻ ക്യാമറ എടുക്കട്ടെ, ക്യാമറ തരിക, നല്ലോണം വീഡിയോ എടുക്കാം, അതെല്ലാവരും കാണട്ടെ, അങ്ങനെയില്ല. ഒന്നാമത് എനിക്ക് ആകെ 5, 4, 10 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. എൻ്റെ ഈ 10 സബ്സ്ക്രൈബേഴ്സിന് ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതിപ്പോൾ ലക്ഷങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാകുമ്പോൾ മേ ബി ലക്ഷങ്ങളാണെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ തന്നെ. എനിക്ക് വേറെ കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെന്ന് വന്ന നീലക്കടൽ കടിച്ചിട്ട് എണീറ്റ് വന്നതിന് കാര്യമുണ്ടായി. ഇത് അഗത്തി ഐലാൻഡാണ് കേട്ടോ. അഗത്തി കവർത്തിയല്ല, അഗത്തി. ഉള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ഇനി ഏത് കാലം എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിഞ്ഞൂടാ. ഇതൊക്കെ ഏത് ടൈമിന് ഞാനിന്ന് എഡിറ്റ് ചെയ്ത് തീരും. എപ്പോൾ ഇതൊക്കെ ഞാൻ പുറത്തേക്ക് ഇടുന്നത് എനിക്കൊരു പിടുത്തമില്ല. രാവിലെ തന്നെ അത് അതിശയിച്ചില്ല അവിടെ ഇരിപ്പുണ്ട്. ബട്ട് അങ്ങോട്ട് ഇറങ്ങി വീഡിയോ എടുക്കാൻ എപ്പോഴാണേലും ഞാൻ എല്ലാം കൂടെ ഒരു വ്ളോഗായിട്ട് കാണിക്കുന്നുണ്ട്. ആക്ച്വലി കുറേ ഔട്ട്ഫിറ്റ്സ് ഒക്കെ എടുത്ത് വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പകുതിയും വെള്ളത്തിൽ തന്നെയാണെന്നാണ് ഇതിൻ്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള അസ്ലം. അപ്പം എനിക്കിപ്പോൾ അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാം. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഗോവയിൽ പോകുന്നുണ്ട്. ഐ ഹോപ്പ് അവിടെ അതെല്ലാം ഉപകരിക്കണം. എന്തൊരു ഭംഗിയെ കാണാൻ നോക്കി. അവിടെ ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു, സുപ്രതീക്ഷിക്കുന്നു. കുറേ ഔട്ട്ഫിറ്റ് ഇല്ല, ബട്ട് ഞാൻ ഔട്ട്ഫിറ്റ് ഐഡിയാസ് എന്ന് പറയേണ്ട ഒരു സംഗതി കാണിക്കാം എന്ന രീതിക്ക് തന്നെ ഈ വീഡിയോ ഞാൻ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ എന്താ പറയാ, സോ ബ്യൂട്ടിഫുൾ ബ്ലൂ സീ. ഞാൻ ആകെ 2:30 ഉറങ്ങിയത്. 6 മണിക്ക് നിസ്കരിക്കാൻ നീച്ചപ്പോ പിന്നെ ഇങ്ങനെ ഉറങ്ങരുത് തെണ്ടാൻ പോയിട്ട് വന്നത് എത്ര മണിക്കാ? എന്നിട്ട് 6 മണിക്ക് വിളിച്ചിട്ട്
ഉറങ്ങണ്ടാന്ന് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. 2:30 ഇവള് വന്നേ. ബെസ്റ്റ്. അല്ല നമ്മള് എങ്ങനെയായിരുന്നു, നമ്മള് പേടിച്ച് നമ്മക്ക് ഇവിടെ ഈ കൊച്ചവിടെ പോയി ഞാൻ ഇവളുടെ അടുത്ത് പറയും ചെയ്തു. നമ്മള് കാറ്റ് വെള്ളം വേണ്ടിയിരുന്നു. പേടിക്കണം, കാരണം ഇവിടെ എവിടെയും സ്റ്റക്കാവും. ഈ എന്താ ചെയ്യണേ? ഡ്രസ്സിന്റെ താഴെ ഡ്രസ്സ് ഇടാണോ? ഞാനും Guys, this is my second outfit. Second day of Lakshadweep. Second day in Lakshadweep. ഹലോ, നമ്മുടെ 2ാം ദിവസത്തിലേക്ക് നമ്മൾ കിടന്നിരിക്കുകയാണ് ഗൈസ്. കയ്യിൽ പൗഡറിലുണ്ട്. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഞാൻ നമ്മുടെ സ്വിം വെയർ ഇട്ടിട്ടുണ്ട്. നമുക്കിന്ന് സ്നോർക്കിലിംഗ്, കയാക്കിങ് അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ താഴെ ഇട്ടിട്ടുണ്ട്. ഐ ജസ്റ്റ് വോണ്ട് ടു ടേക്ക് സം പിക്ചേഴ്സ് ബിക്കോസ് കുറേ ഡ്രസ്സ് ഔട്ട്ഫിറ്റ് ഞാൻ കണക്കാക്കി വന്നിട്ട് അതിന് പറ്റിയിട്ടുണ്ടായില്ല. സോ ഐ തോട്ട് ഓക്കെ, അങ്ങനെ ഒരു കാര്യം കേട്ടോ. ഇതിൻ്റെ താഴെ ഇട്ട് ഇതാകുമ്പോൾ നമുക്ക് ഈസിലി റിമൂവബിളാണ്, റിമൂവ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്നോർക്കിലിങ്ങിന് പോവാൻ. എന്നെ കംപ്ലീറ്റ് വെക്കേഷൻ മൂഡാണ് ആക്ച്വലി. എനിക്ക് ക്യാപ്പൊക്കെ മേടിക്കുമ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്ക് കുറേ ഫോട്ടോസ് എടുക്കണം. ഐ ജസ്റ്റ് വാണ്ട് ടു ടേക്ക് എ ലോട്ട് ഓഫ് ഫോട്ടോസ്. അതാണ് എൻ്റെ എയിം മെയിനായിട്ട്. അപ്പം അത് ഇവിടെ വന്നേ. ഭയങ്കര അങ്ങ് പോവാ ഒറ്റയ്ക്ക്. നമ്മളൊന്നും വേണ്ട. ഞാനിതൊക്കെ എപ്പോൾ എഡിറ്റ് ചെയ്ത് എപ്പോഴും വന്നു. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഫോർ കയാക്കിംഗ് ആൻഡ് സ്നോർക്കിംഗ്. ഞാൻ മുടി ടൈ ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ടീംസ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. മിറ്റ് മിസ് വിമല, മിറ്റ് മിസ് അല്ല മിസ്റ്റർ ഒന്നും ആയിട്ടില്ല. പുയിക്കിരി തക്കടു. ദിസ് ഇസ് നമ്മുടെ അഞ്ച്. സ്നാക്സ് ഒക്കെ ഉണ്ടോ ബോട്ടില്? ബിസ്ക്കറ്റ്, മീൻ കൊടുക്കാൻ ബിസ്ക്കറ്റ് വാങ്ങണ്ടേ? നമ്മൾ എന്തിനാ പോണേ ചേച്ചി? ബോട്ടിങ്ങിനല്ല, നമ്മൾ സ്നോർക്കിലിങ്ങിനാ പോകുന്നത്. ഇന്ന് കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് ഗൈസ്. കട്ടയില്ല അപ്പത്തങ്ങൾ വിളിച്ച് വിളമ്പിട്ട് കട്ടയില്ല. ഓക്കെ, അപ്പൊ നമ്മള് പോകുന്നത് നമ്മളിന്ന് സ്നോർക്കിലിംഗ്, കയാക്കിംഗ്, സംതിങ് കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോണേ. അപ്പൊ അതുകൊണ്ട് ഈ മുടിയൊക്കെ കെട്ടി വെച്ചേക്കുന്നത്. ദിസ് മൈ ഔട്ട്ഫിറ്റ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. ഓക്കെ, ഐ ലവ് അഗത്തി എന്ന് പറയുന്ന സംഗതി അപ്പുറത്തുണ്ടെങ്കിൽ തിരിച്ചു കാണാൻ പറ്റുമോ എന്നെനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ പോയി കഴിഞ്ഞിട്ട് വരാം. കരിഞ്ഞ് ഇപ്പൊ തന്നെ ഒരു കരിഞ്ഞൊരു ഇതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോർഡിനേറ്റർ. ഒന്ന് ഹായ് പറയൂ. കുറച്ച് ജാടയാണ് കരിയൊക്കെ. നമുക്ക് വേറെ ഉണ്ട്. ഇതാ നമുക്ക് വേറെ നല്ലൊരു മുത്തുമണി പോലത്തെ ഒരു കോർഡിനേറ്റർ ഇവിടെ ഉണ്ട്. ഹായ് പറയൂ. പേര് പറയ്. റിയാസ്. ലക്ഷദ്വീപിലെ ഒരു സഹോദരനാണ്. ഇപ്പോ മലയാളം പഠിച്ചു. മലയാളം കുറച്ച് അറിയാം. കുറച്ചറിയാം. എന്റെ ഭാഷ തിസ്രി. തിസ്രിയിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അയ്യോ ഫൈൻ. നമ്മൾ സ്നോർക്കിലിംഗ് പോവാണ് ഗയ്സ്. കാണിച്ചു തരാം. ബ്ലൂ സീ.
ആ അത് തന്നെ. വണ്ടി എടുത്തിട്ട് എടുത്തരോ. തെറ്റുന്നുണ്ടോ? ഇത് കഴിഞ്ഞ് ഞാനൊരു ഓടിയിട്ടുണ്ട്. അപ്പോഴായിരിക്കും ശരിക്കും എല്ലാരും എവിടെയെങ്കിലും എത്താൻ പോലെ. മതി 5 കൊണ്ടല്ലേ ഇങ്ങോട്ട് വാ. ഞാൻ ടാനടിച്ചു ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങോട്ടല്ലേ പോകുന്നത്? ഇപ്പൊ കുറച്ചുകൂടി ഇങ്ങോട്ടാക്കണ്ടേ? റാശി ഇവിടെ വന്ന് ഇതുവരെ ചെയ്ത ആക്ടിവിറ്റീസിലൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇതാണ് പോവാൻ വേണ്ടി മീൻസ് നമ്മുടെ ആക്ടിവിറ്റീസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇത്രയും ടാൻ എനിക്ക് കിട്ടി. ഞാൻ എത്ര ഫ്രണ്ട് എനിക്ക് ടാൻ നല്ല അടിച്ചില്ലേ? ഇപ്പൊ നമ്മുടെ ബോട്ട് ഓടിക്കുന്നത് ഇവിടെ നേരെ പോയാൽ എന്താ കുഴപ്പം? അപ്പൊ ഈ നീല കളറിൽ കാണുന്നത് മണ്ണാണ്. അതൊക്കെ മണ്ണ്, വൈറ്റ് സാൻഡ് ആണ്. മറ്റേത് പാറയാണ്, കുറച്ച് ഡാർക്കിൽ കാണുന്നത്. അപ്പൊ നമ്മള് പോകുന്നത് ആദ്യമായിട്ടാണോ ബോട്ട് ഓടിക്കുന്നത്? ആദ്യമായിട്ടാണ് ബോട്ട് ഓടിക്കുന്നത്. എന്നിട്ട് അടിപൊളിയാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല ബോട്ട് പോകുന്നത്. നമ്മളൊത്ത് ബോട്ട് നമ്മളെന്താ ചെയ്യാൻ പോന്നെ? നമ്മൾ വെള്ളത്തിൽ വന്നിട്ട് ബംഗാര ബീച്ച്. ബംഗാര ബീച്ച് ഇത് ബംഗാരല്ല മണങ്ങ. ബംഗാര നമുക്ക് പെർമിറ്റ് ഇല്ല പോവാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് സാൻഡ് ബാങ്ക്. ഇത് സാൻഡ് ബാങ്ക്. ഇതാണ് ബംഗാരയിൽ നമുക്ക് പെർമിറ്റ് ഇല്ല. പിന്നെ നമ്മള് തണ്ണിക്കര പോകും. തിണ്ടക്കര പോകും. തണ്ണീന്ന് പറഞ്ഞ വെള്ളം വെച്ചിട്ട് പറഞ്ഞാണ്. തിണ്ടക്കര എല്ലാവരും വെച്ച് തണ്ണിക്കര തന്നെയാണ്. സ്നോർക്കിലിങ്ങിനെ കൊണ്ടുവന്നെയാണ് നമ്മളവിടെ. അതാണ്ട് പേരെന്തുവാ പറ. ഇവർക്ക് ആർക്കും പറയാനില്ല. അതിന്റെ മുന്നുണ്ടായിരുന്നു. പറയൂ. ഇതാണ് സംഗതി. നിന്റെ പേരെന്താ? ഇട്ട് വന്നത്. അപ്പൊ ഇടാണ്ട വന്നത് എന്തൊക്കെയോ ഉണ്ട്. ഇത് ഇട്ട് വന്നത് പോട്ടെടാ, ക്ഷമിക്ക്. ഉണ്ടാ ഞാൻ വന്നപ്പോ തൊട്ടേറുള്ള കേസ് ഞാൻ മിണ്ടാതിരിക്കുന്നത് നല്ലതാ. ഇതാണ് നമ്മുടെ ഫുഡ്. ഓക്കെ, അങ്ങനെ ഒരു ദിവസത്തെ എല്ലാവിധ ആക്ടിവിറ്റീസും കഴിഞ്ഞ് നൈറ്റ് ഞാനും ദേയും കൂടെ കുറച്ച് പാട്ടൊക്കെ കേട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിയുവാണ് ഗൈസ്.